Guys, it's me Sweet Vasan from Finland, guys. How's it all? I hope everybody doing well today because of the weekend. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. സുധാസാണ് ഫിൻലാൻഡിൽ നിന്ന്. അപ്പോൾ ടുഡേ ഞാനൊരു ചിക്കൻ കുക്ക് ചെയ്യുന്നുണ്ട്. ചിക്കൻ കറി ഡ്രൈ ആക്കിയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് ചെയ്യുന്നത്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യണം. അതായത് കുറേ സമയം എടുക്കാതെ, നമ്മൾ കറി വയ്ക്കാൻ കുറേ സമയം എടുക്കാതെ ഡ്രൈ ആക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നമ്മൾ വെക്കുന്ന ബിരിയാണിക്ക് വെക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അതേപോലെ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ആക്കിയെടുക്കാം. അതായത് വെളിച്ചെണ്ണയിൽ വറുക്കാതെ. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഐ വിൽ ഷോ യു how to cook the chicken. Okay guys, please like and share. Bye bye. അപ്പോൾ ഗൈസ്, അപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. കത്തി ഞാൻ വേറെ കത്തി കൊടുക്കുന്നുണ്ട് നാട്ടിൽ നിന്ന്. ആ കത്തി ആണ് ഏറ്റവും നല്ലത് ഈ കത്തി ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പോൾ അതെടുത്ത് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ എൻ്റെ ചിക്കൻ മീറ്റൊക്കെ കട്ട് ചെയ്യുന്ന കത്തി ഞാൻ എടുത്തു. നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒല്ലൂർ, നമ്മുടെ തൃശ്ശൂർ ഒല്ലൂരിൽ നിന്ന് വാങ്ങിച്ചാണ്. ഒരു കടയുണ്ട് ഒല്ലൂർ സെൻറ്റർ കഴിഞ്ഞിട്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാണ്. വില കുറവുണ്ട്. അത് കാരണമാണ് ഞാൻ ഒല്ലൂരിൽ നിന്ന് എടുത്ത് പറയാൻ കാരണം. ആവശ്യക്കാർ വേണമെങ്കിൽ ഞാൻ അഡ്രസ്സ് തരാം. എല്ലാ സാധനങ്ങൾക്കും വില കുറവുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിന് 160 രൂപയ്ക്ക് ഈ കത്തി കിട്ടി. എനിക്ക് വളരെ ചീപ്പായിട്ട് തന്നെ കിട്ടി. പുറത്തൊക്കെ 300-350 രൂപയാണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്, ഇന്നലെ വാങ്ങിച്ച ചിക്കനാണ് ഞാൻ. അപ്പോൾ അത് ഞാൻ തൊലി കഴിച്ചും കളയും. തൊലി ഇപ്പോൾ ഞാൻ ചെറുതായി നുറുക്കി തൊലി കളയും. തൊലി മുന്നും കളയാൻ ആവശ്യക്കാർ എങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യണത്, തൊലി കളയും. തൊലി കളഞ്ഞ് മാറ്റി വയ്ക്കും. അപ്പോൾ ഇങ്ങനെയും കളയാം, തൊലി മുഴുവനോടെയും കളയാം. അത് നിങ്ങളുടെ ഇഷ്ടം. അതെങ്ങനെയാണ് കളയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഈസി എഞ്ചിനെ അതേപോലെ ചെയ്യുക. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറ്. ഞാനിപ്പോൾ ഇന്ന് അതെടുത്ത് വെട്ടി ഇത് കഷ്ണാക്കി ഉണ്ടായത്. അങ്ങനെ തന്നെ ചെയ്യാറ്. മുന്നേ ഞാൻ അതിൻ്റെ തൊലി കളയും. അപ്പോൾ ചിക്കൻ ഇങ്ങനെ പീസാക്കുക, 2 ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക. ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ചെറുതല്ല, അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നുറുക്കുക. എന്നിട്ട് കഴുകി നമ്മളൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, അതേപോലെ തക്കാളി ഇവിടെ 2 ചെറിയ തക്കാളി എടുത്താണത്. കാരണം നമ്മുടെ വലിയ തക്കാളിക്ക് തുല്യമാണ് അത്. ഒരു തക്കാളി. എന്നിട്ട് അതൊക്കെ അരിഞ്ഞ് സ്ലൈസായിട്ട് നല്ല നീട്ടത്തിൽ അരിയുക. സ്ലൈസായിട്ട് തന്നെ അരിയുക. അതൊക്കെ നമുക്കൊരു പേസ്റ്റ് പരുവത്തിലാക്കേണ്ടതാണ്. ചട്ടിയിലിട്ടിട്ട് ചട്ടി നമ്മൾ വയ്ക്കുക. ചൂടായ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് നമ്മൾ ഇതിൽ ചേർക്കുക. ഫസ്റ്റ് അത് തന്നെയാണ് ചെയ്യേണ്ടത് നമ്മൾ. ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടു. അത് അതിൻ്റെ എസൻസ് അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ശരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ ഇത് അതിലേക്ക് ഇറങ്ങും, അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ് ഇത് ബ്രൗൺ ആയതിന് ശേഷം, നന്നായി ബ്രൗൺ ആയതിന് ശേഷം നമ്മൾ നമ്മുടെ മഞ്ഞളൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടുക. അതായത് ഇതിപ്പോൾ ഒരു ദിവസത്തേക്ക് വെക്കാനുള്ള ഒരു ചിക്കനാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ദിവസം എനിക്ക് ഫുള്ള് കഴിക്കാവുന്ന ചിക്കനുണ്ട്. അപ്പോൾ ആവശ്യത്തിന് മുളകിടുക. ഇതൊക്കെ കൂടുതലിട്ട് കഴിഞ്ഞാലും വളരെ ബോറാണ്. അത് ചിക്കൻ കറി അതിലേക്ക് ടേസ്റ്റ് പോവും. അപ്പോൾ നിങ്ങൾ വളരെ കറക്റ്റായിട്ട് തന്നെ ഇടുക. അല്ലാതും ഇത്തിരി കുറഞ്ഞാലും കുഴപ്പം വരാൻ പോണില്ല. മസാല കൂടി കഴിഞ്ഞാൽ വയറിനുള്ള അതിന് ദോഷം തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട്, പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ഇടുക. ഞാൻ ഇപ്പോൾ ഇട്ടത് മല്ലിയിട്ടു, മുളകിട്ടു, അതുപോലെ കുരുമുളക് പൊടി ഇടാൻ പോണു. അതുപോലെ മസാല ഇട്ടിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് കൊടുത്ത മസാലയാണ് ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഇടുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നോക്കിയിട്ട് ഇടുക. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇത് കൂടുതലുള്ള പോലെ തോന്നും. അതിൻ്റെ മേലെ കിടക്കുന്ന കാരണമാണ്. അതിനെ നന്നായി ഇളക്കി അതൊരു ബ്രൗൺ രൂപത്തിലാകുമ്പോൾ കരിയരുത്. കരിഞ്ഞ് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോവും, ടേസ്റ്റ് മാറും. കരിയാതെ സൂക്ഷിക്കണം നിങ്ങൾ. എന്നിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചേരുവകൾ കംപ്ലീറ്റ് അതിൽ ഇടുക. സവോള, വെളുത്തുള്ളി, തക്കാളി
കംപ്ലീറ്റ് പേസ്റ്റ് ആക്കണം നമുക്കിത് കേട്ടോ. പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം. പേസ്റ്റ് പോലെ ആക്കിയിട്ട് നമ്മൾ മിക്സിയിൽ അരച്ച പോലെ ആക്കണം അത് നമുക്ക്. അപ്പോൾ നമുക്കിത് ആക്കണമെങ്കിൽ അത് മൂടി വയ്ക്കണം. മൂടി വയ്ക്കണമെങ്കിൽ മൂടി വെച്ചാൽ പെട്ടെന്നാവും. നമ്മൾ സമയം വെറുതെ വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ കറി വയ്ക്കണം, ചോറ് വയ്ക്കാനായിട്ട് 4-5 മണിക്കൂറൊക്കെ വെറുതെ കളയാൻ പാടില്ല. നമ്മൾ വെറും 1 ഹവറിൻ്റെ ഉള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളിൽ ഇത് നമ്മൾ ചെയ്യണത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ വെക്കണം, കറി വെക്കണം. എനിക്ക് മൂടിയൊന്നും ഇല്ല, വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ വാങ്ങിക്കണം, അല്ലാതെ വീട് സ്ഥലം മാറിയിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കണം. ഞാൻ ഒരു സാധാരണ എൻ്റെ പഴയ ഫ്രൈ പാനാണ് വെച്ചിട്ടുള്ളത് മൂടിയായിട്ട്. അത് കുഴപ്പമില്ല, നല്ല ക്ലീനായിട്ട് കിട്ടി. നമ്മുടെ പേസ്റ്റ് പരിവായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കണം. അത് പേസ്റ്റാക്കി കിട്ടി നമുക്ക്. കണ്ടോ, വെളിച്ചെണ്ണയൊക്കെ പോയി, അതിലുള്ള ഓയിലൊക്കെ പോയി, അതിലേക്കായി ഓയിൽ. ഇനിയിപ്പോൾ ചിക്കനിലത്തെ ഒരു നെയ്യ്, ഒത്തിരി വെള്ളമുള്ളത് കളഞ്ഞിട്ട് ഫുള്ള് വെള്ളമൊന്നും കളയാൻ നിൽക്കരുത്. ഇറച്ചി പിന്നെ വല്ലാണ്ട് കഴുകി നിങ്ങൾ വെളുപ്പിക്കാൻ നിൽക്കരുത്. അതിൻ്റെ ടേസ്റ്റ് പോവും. ഇറച്ചിയും ചിക്കനും എന്തായാലും വല്ലാണ്ട് കഴുകി വെളുപ്പിക്കരുത്. അതിൻ്റെ ടേസ്റ്റ് പോവാണ് ചെയ്യണത്, ടേസ്റ്റ് പോവും. അപ്പോൾ നമ്മൾ ഇതിലിട്ടതിന് ശേഷം നമ്മൾ നന്നായി തന്നെ ചൂടാക്കി നമ്മൾ എടുക്കുക. ചൂടാക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കുക. പിന്നെ ഇത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിത് ഇളക്കി കൊടുത്ത് അതിൻ്റെ മസാല കംപ്ലീറ്റ് അതിലേക്ക് പറ്റി പിടിപ്പിക്കുക. ഫുള്ളായിട്ട് പറ്റി പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തിട്ട് തുറന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അത് അടി പിടിക്കും. കാരണം പിന്നെ നമ്മൾ അധികം ലോ ഫ്ലെയിമിൽ ഇടാതിരിക്കുക, ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇടുക. കാരണം നമുക്കത് ഒരു വേവേണ്ടതും കൂടിയാണ്. നമ്മൾ വേവിച്ച് വെക്കണതല്ല. അപ്പോൾ ഇതിൽ തന്നെ ഇട്ട് നമ്മൾ വേവിക്കുക തന്നെയാണ് ചെയ്യണത്. ഒറ്റയടിക്കുള്ളൊരു കുക്കിംഗ് ആണ് അത്. അപ്പോൾ നമ്മൾ അത് ഫ്ലെയിം നോക്കിയിട്ട് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഞാൻ ചെയ്യണം. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, അടിയിൽ നിന്ന് തന്നെ കോരുക, താഴെ നിന്ന് തന്നെ കോരി ഇളക്കുക. പിന്നെ ചിക്കൻ ഇപ്പോൾ ഇളക്കി റെഡിയാവും. അപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ബിരിയാണിയിലേക്കുള്ള ചിക്കൻ റെഡിയായി. ഫുള്ള് പരിപാടികൾ കഴിഞ്ഞു. അപ്പോൾ ഇതേപോലെ ആവും. അപ്പോൾ ഇത് വെളിച്ചെണ്ണ അല്ല നിങ്ങളീ കാണുന്നത്, അത് ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ചിക്കൻ്റെ നെയ്യാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ബിരിയാണിയിലേക്ക് ഇടുന്ന രീതിയിലുള്ള ചിക്കൻ പരിവാമായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയിൽ ഉള്ള സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ വീഡിയോ എൻ്റെ ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് വയ്ക്കുക. കാരണം നമ്മുടെ മഞ്ഞളൊക്കെ ഇവിടെ ആയി കഴിഞ്ഞാൽ അത് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇതേപോലെ നെക്സ്റ്റ് വീഡിയോകൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഹെൽപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.